എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളെല്ലാവരും ഭാഗവതത്തിലൂടെ വരാഹ അവതാരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെ വരാഹ അവതാരം ഭൂമി ദേവിയെ അതിൻ്റെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ വന്ന് അവതരിച്ചതാണ് വരാഹ അവതാരം. ഈ വരാഹ അവതാര സമയത്ത് ഹിരണ്യാക്ഷനെ വധിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഹിരണ്യാക്ഷൻ വളരെ ശക്തിമാനായിട്ട് ദേവന്മാരെയും അസുരന്മാരെയും ഭൂമിയിലുള്ള മനുഷ്യരെയും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വളരെയധികം ശല്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അവരെല്ലാം വധിക്കാൻ ശ്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദേവന്മാരെല്ലാവരും കൂടെ ഭഗവാൻ വിഷ്ണുവിനെ, ക്ഷീരോദകശായി വിഷ്ണുവിനെ, പാൽക്കടലിൽ കിടക്കുന്ന വിഷ്ണുവിനെ സമീപിക്കുകയും സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. ശരിക്കും പാൽക്കടലിൻ്റെ കരയിൽ ഓരത്ത് പോയി നിന്നിട്ട് ബ്രഹ്മദേവൻ ഉൾപ്പെടെ എല്ലാ ദേവീ ദേവന്മാരും പുരുഷ സൂക്തം ചൊല്ലും. ആ പുരുഷ സൂക്തം ചൊല്ലുമ്പോഴാണ് ഭഗവാൻ സന്തോഷവാനായിട്ട് അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ബ്രഹ്മാവിനോ ബാക്കി ദേവന്മാർക്കോ ഒന്നും ആ പാലാഴി കടന്ന് അവിടെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ഇല്ല. അതുകൊണ്ട് ഭഗവാൻ അവരുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്ന് ചോദിക്കും. അപ്പോൾ അവരെല്ലാവരും കൂടെ സങ്കടം ഉണർത്തിക്കും. ഇങ്ങനെ ഹിരണ്യാക്ഷനെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി നമ്മൾ എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, ശരി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്, താമസം വിന ഞാൻ അവനെ വധിക്കുന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കും. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സ്വയംഭുവ മനുവിനെയും ശതരൂപയും ആണ് ആദ്യത്തെ മനുഷ്യരായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. ആ കഥയും നമുക്ക് ഈ കഥ കഴിഞ്ഞിട്ട് കേൾക്കാം. അപ്പോൾ ആദ്യം ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ഇങ്ങനെ വരാഹരൂപം കൈക്കൊള്ളുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. ആ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് മുമ്പ് വളരെയധികം ഘോരമായ യുദ്ധം ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാൻ നേരെ കടലിനടിയിലേക്ക് പോയി ഭൂമിയെ തേറ്റമേലെടുത്തുയർത്തി തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ എത്തിയ സമയത്താണ് ഹിരണ്യാക്ഷൻ മനസ്സിലാക്കിയത്, താൻ തട്ടിക്കളിച്ചു കൊണ്ടിരുന്ന ഈ ഭൂഗോളത്തെ ഒരു വിഷ്ണു വന്നിട്ട് തട്ടിയെടുത്ത് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഈ വിഷ്ണുവിനെ വധിക്കാതെ തരമില്ല എന്ന് പറഞ്ഞിട്ട് ഹിരണ്യാക്ഷൻ ഭഗവാനോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ തിരിച്ച് വളരെ ലാഘവമായിട്ട് ഒരു കളിപ്പാട്ടത്തെ എന്ന പോലെ ഭഗവാൻ ഹിരണ്യാക്ഷനെ നേരിടുന്നുണ്ട്. പക്ഷേ ഹിരണ്യാക്ഷൻ വർദ്ധിച്ച വീര്യത്തോടുകൂടി ശക്തിപൂർവം ഭഗവാനോട് എതിരിടുകയും അത് കണ്ടിട്ട് ഭൂമിദേവി ഭയന്ന് വിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ദേവന്മാരെല്ലാവരും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുകയും ഭഗവാന്റെ മേലിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സന്ധ്യാവേള അടുത്തുകൊണ്ടിരിക്കുന്നു, ഇതിനിടയിൽ അവനെ വധിച്ചില്ലെങ്കിൽ അവൻ വീണ്ടും സന്ധ്യാസമയത്താണ് അസുരന്മാർക്ക് ശക്തി കൂടുക, അപ്പോൾ അവൻ്റെ ശക്തി വർദ്ധിക്കുകയേ ഉള്ളൂ, അതിന് അനുവദിക്കേണ്ട ഭഗവാനെ എത്രയും പെട്ടെന്ന് അവനെ വധിച്ചേക്കണമെന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ അപേക്ഷിക്കും. അപ്പോൾ ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് അവനെ വധിക്കുകയും അപ്പോൾ അയാളുടെ തല ഛേദിക്കുമ്പോൾ തെറിച്ച രക്തകണങ്ങൾ ഈ വരാഹത്തിൻ്റെ ശരീരത്ത് രോമകൂപങ്ങളിലെല്ലാം വന്ന് പതിക്കുകയും ആ രക്തത്തുള്ളികളെല്ലാം വൈഢൂര്യങ്ങളെ പോലെ അല്ലെങ്കിൽ രത്നത്തെ പോലെ ഇങ്ങനെ ഭഗവാന്റെ ശരീരത്തിരുന്ന് ജ്വലിക്കുകയും ആ ഭഗവാന്റെ ആ പവറും ആ പൗരുഷവും ഒക്കെ കണ്ടപ്പോൾ ഈ ഭൂമി ദേവിക്ക് വല്ലാത്ത ലജ്ജയും ഭഗവാനോട് വല്ലാത്തൊരു അഭിനിവേശവും തോന്നുകയുണ്ടായി. അപ്പോൾ സ്വമേധയാ ഭഗവാനെ കണ്ട ആ ഭൂദേവിക്ക് അല്ലെങ്കിൽ ഭൂമി ദേവിക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉടലെടുക്കുകയാണ്, ഭഗവാനുമായിട്ട് ചേരാനും ഭഗവാനിൽ നിന്നൊരു പുത്രനെ ലഭിക്കുവാനും ആ ഭൂമി ദേവി വല്ലാതെ ആഗ്രഹിച്ചു. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരംഗസ്ഥനായി വാഴുന്ന സാക്ഷാൽ ഭഗവാൻ ഭൂമിദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൻ്റെ വേർപ്പ് കണങ്ങളിൽ നിന്നും ഒരു ശിശുവിനെ ജന്മം കൊടുക്കുകയും ആ ശിശുവിനെ ഭൂമിദേവി ആലിംഗനം ചെയ്ത് സ്വന്തം പുത്രനായി കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര സന്തോഷം ഭൂമിദേവിക്ക്, ഒരു കുഞ്ഞിനെ കിട്ടിയതിൽ, ഭഗവാന്റെ തന്നെ പുത്രനായി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായി.
ആ പുത്രനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്പോൾ ഇവൻ്റെ പിതാവായിരിക്കുന്നു. അതുകൊണ്ട് ഈ ശിശുവിനെ ആരും തന്നെ വധിക്കാൻ പാടില്ല. ഈ ശിശുവിനെ അങ്ങയുടെ എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ അനുഗ്രഹവും എല്ലാ പ്രൊട്ടക്ഷനും ഈ കുഞ്ഞിന് കൊടുക്കണം എന്ന് അപേക്ഷിക്കും. അപ്പോൾ ഭഗവാൻ പറയും, തഥാസ്തു ദേവി, അങ്ങനെ തന്നെ ഭവിക്കട്ടെ, തീർച്ചയായിട്ടും ഞാൻ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യും എല്ലായ്പ്പോഴും. അതിനായിട്ട് ഞാനൊരു ആയുധം ഇവനിതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വരാഹത്തിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചെടുത്ത് ആ കുട്ടിക്ക് നൽകുകയാണ്. എന്നിട്ട് അവനോട് പറയും, നീ ഇത് എപ്പോഴാണോ അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആ സമയം ആ ആളിനാൽ നീ വധിക്കപ്പെടും. അതുകൊണ്ട് നീ ഒരിക്കലും അധർമ്മത്തിന് വേണ്ടിയിട്ട് ഈ ആയുധം പ്രയോഗിക്കരുത്. എല്ലായ്പ്പോഴും ധർമ്മം സ്ഥാപിക്കാനായിരിക്കണം നീ ഈ ആയുധം ഉപയോഗിക്കേണ്ടത് എന്ന് പറയും. പക്ഷേ അവൻ വേർപ്പ് കണങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട്, വേർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് പുറത്തു പോകുന്നതാണ്. അതുപോലെ ഭഗവാന്റെ എല്ലാ വേസ്റ്റും അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവും എഫക്റ്റുമാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവൻ ആസുരഭാവിയായി വളർന്നു. ആ ആസുരഭാവിയായ നരകാസുരൻ ത്രിലോകങ്ങളിലും അട്ടഹസിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് ഈ ആയുധത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തി എല്ലാ ലോകവും പിടിച്ചടക്കി ഇങ്ങനെ ദേവന്മാർക്കും മഹർഷിമാർക്കും മനുഷ്യർക്കും ഒക്കെ നാശം വിതച്ചുകൊണ്ട് ഇങ്ങനെ വില്ലാളി വീരനായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഭൂമിദേവി ആ പാപഭാരത്തെ താങ്ങി സ്വന്തം പുത്രൻ എന്ത് തെറ്റ് കാണിച്ചാലും ഏതൊരമ്മയും ക്ഷമിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിദേവിക്ക് അതിൽ പരിഭവവും ഉണ്ടായില്ല. അങ്ങനെ ഭൂമിദേവിയുടെ മൗനാനുഭവത്തോടു കൂടി ഇയാൾ നരകാസുരൻ ലോകത്തെല്ലാവർക്കും ഉപദ്രവകാരിയായിട്ട് മാറി. അപ്പോഴും ഭൂമിദേവി പറയാണ്, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുത്രന് ദേവന്മാരുടെ സ്ഥാനം കൽപ്പിച്ച് നൽകണം. എല്ലാ ദേവന്മാർക്കും ആരാധനാലയങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മോനും ഒരു ആരാധനാലയം വേണം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ അറിയാം സ്വമേധയായി ഇവനൊരു അസുരനാണ്, ഇവനെ ഇങ്ങനെ ആരാധിച്ചാൽ ജനങ്ങൾ വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ അധർമ്മം കളിയാടാൻ തുടങ്ങും. അതുകൊണ്ട് ഇവനൊരു അമ്പലം കൊടുക്കുന്നതിൽ ഭഗവാനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. പകരം ഭഗവാൻ പറഞ്ഞത്, ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരം അവൻ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഫ്രണ്ടിൽ മുഖത്ത് പൂമുഖ വാതിൽക്കൽ അവനൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം, ആദ്യത്തെ പടി കടക്കുമ്പോൾ നേരെ മേലേക്ക് നോക്കിയാൽ അവിടെ ഇരിക്കുന്നത് നരകാസുരനാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭൂമിദേവിക്കും സന്തോഷമായി, നരകാസുരനും സന്തോഷമായി. എല്ലാവരും എന്നെ വണങ്ങിയിട്ടാണല്ലോ അകത്തേക്ക് പ്രവേശിക്കുക എന്നൊരു അഹങ്കാരവും നരകാസുരനുണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന നരകാസുരൻ ഇങ്ങനെ വർഷങ്ങളെല്ലാം കഴിഞ്ഞു, യുഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് നടക്കുന്നത് സത്യയുഗത്തിലാണ്. അത് കഴിഞ്ഞ് ത്രേതായുഗം വന്നു, അത് കഴിഞ്ഞ് ദ്വാപരയുഗം വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ കലിയുഗവും വന്നു. അങ്ങനെ ഇങ്ങനെ ഇയാൾ നരകാസുരൻ ഇത്രയും ശക്തിമാനായി നടക്കുന്ന സമയം ദ്വാപരയുഗ കാലഘട്ടത്തിൽ വീണ്ടും എല്ലാ ദേവന്മാരെയും ആക്രമിക്കുകയും ദേവന്മാർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാവരും കൂടെ പോയി ഭഗവാനോട് ഉണർത്തിക്കും, അല്ലയോ കൃഷ്ണ, അങ്ങിപ്പോൾ ദ്വാരകാധിപനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഭഗവാൻ രാജാവായിട്ട് അധികാരം ഇരിക്കുന്ന സമയത്താണ് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവ് ഉൾപ്പെടെ നാരദ മഹർഷി ഉൾപ്പെടെ ഭഗവാനെ സമീപിച്ചിട്ട് പറയും, ഇങ്ങനെ നരകാസുരനെ കൊണ്ട് നമുക്ക് പൊറുതി മുട്ടിയിരിക്കുന്നു, അങ്ങ് എന്തെങ്കിലും പോംവഴി കണ്ടെത്തണം എന്ന് പറയും. അപ്പോൾ ഭൂമിദേവി പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ ഇപ്പോൾ സ്ത്രീയുടെ രൂപത്തിൽ സത്യഭാമയുടെ രൂപത്തിലാണ് ഭഗവാനോടൊപ്പം ഉള്ളത്. അപ്പോൾ സത്യഭാമ രൂപത്തിലിരിക്കുന്ന ഭൂമിദേവിക്ക് തൻ്റെ മുൻ ജന്മങ്ങളിലെ കാര്യങ്ങളൊന്നും അറിയില്ല. ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലയോ അർജുന, ഞാൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്, നീയും അന്നുമുണ്ട് ഇന്നുമുണ്ട്, പക്ഷേ ഞാൻ എല്ലാം ഓർക്കുന്നു, നിനക്കൊന്നും ഓർമ്മയില്ല അർജുന എന്ന്. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണിത്. കാരണം ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങ് എനിക്ക് മുന്നേ ഉദിച്ച അല്ലെങ്കിൽ അങ്ങേക്ക് മുമ്പേ ഉണ്ടായിരുന്ന സൂര്യദേവന് ഇത് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്രകാരം ഭൂമിദേവിക്കും താൻ ഭൂമിദേവിയാണെന്നോ സത്യഭാമയ്ക്ക് ഭൂമിദേവിയാണെന്നോ നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യമെന്നോ നരകാസുരൻ തൻ്റെ പുത്രനാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഭഗവാൻ അത് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഭഗവാൻ സത്യഭാമയെ ഒരു കള്ള കണ്ണിട്ടൊന്ന് നോക്കി,
എന്നിട്ട് എന്താണ് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ. അപ്പോൾ സത്യഭാമ ഉടനെ ചാടിക്കയറി പറയാണ്, ഇങ്ങനെ എല്ലാവർക്കും ദ്രോഹിക്കുന്നവനായി നടക്കുന്ന ആ നരകാസുരനെ തൽക്ഷണം വധിക്കണം, അങ്ങ് തന്നെ അത് ചെയ്യണം എന്ന് പറയും. ആ വധം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്, ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ആയിക്കോട്ടെ ദേവി, നമുക്ക് ഒരുമിച്ച് തന്നെ അവനെ വധിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയും കൂട്ടിയിട്ട് ഭഗവാൻ ആ നരകാസുരനെ നേരിടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നരകാസുരൻ്റെ കൊട്ടാരത്തിലെ 7 കവാടങ്ങൾ കടന്നു വേണം അവൻ്റെ സമീപത്തെത്താൻ. ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് കല്ലുകൾ കൊണ്ട് കെട്ടി അലങ്കരിച്ചിരിക്കുന്ന കവാടമാണ്. ആ കവാടത്തിൻ്റെ അടുത്തെത്തുന്ന ആളുടെ മേൽ വലിയ വലിയ കല്ലുകൾ വന്ന് വീണ് അവർ തൽക്ഷണം തന്നെ മൃതിയടയും. അങ്ങനെയാണ് അത് ക്രമീകരിച്ച് വച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ളത് കവാടം എന്ന് പറഞ്ഞാൽ അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള കവാടത്തിൽ ഗേറ്റ് കീപ്പറായിട്ട് മല്ലയുദ്ധക്കാരന്മാരെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രമുഖനായിരുന്നു മുര എന്ന് പറയുന്ന ഒരു അസുരൻ. അവനെ ഗേറ്റ് കീപ്പറായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഭഗവാൻ കവാടം കടന്നു, അകത്ത് കടന്നു, അഗ്നിയുടെ കവാടം കടന്നു, അകത്ത് കടന്നു. അപ്പോൾ അതാ മുര അസുരൻ നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ തൽക്ഷണം തന്നെ ഈ മുര അസുരനെ വധിക്കുന്നു. കാരണം ഭഗവാനെ കണ്ടപാട് തന്നെ ആ മുര എന്ന് പറയുന്ന അസുരൻ ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ഭഗവാനെ കൊല്ലാനായിട്ട്. തൽക്ഷണം ഭഗവാൻ സുദർശന ചക്രം വിട്ടിട്ട് മുരനെ കൊന്നു. അതുകൊണ്ടാണ് ഭഗവാനെ മുര അരി എന്ന് പറയുന്നത്. മുരാരി എന്ന് പറഞ്ഞാൽ മുര എന്ന അസുരനെ വധിച്ചവൻ എന്ന അർത്ഥം. അപ്പോൾ അല്ലെങ്കിൽ മുരന് എന്ന അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നർത്ഥം. അപ്പോൾ മുരൻ്റെ ശത്രു എന്ന അർത്ഥത്തിലാണ് മുരാരി എന്ന നാമധേയം ഭഗവാനുള്ളത്. അപ്പോൾ അങ്ങനെ മുരനെ വധിച്ച് ഭഗവാൻ അകത്തേക്ക് കടന്നു. കൂടെ സത്യഭാമയുണ്ട്. അപ്പോൾ അകത്ത് കടന്നപാട് തന്നെ ഈ നരകാസുരൻ കണ്ടു. അതാ ശ്രീകൃഷ്ണനും ഭാര്യാസമേതനായിട്ട് കടന്നു വരുന്നു. എന്തിനാണ് എൻ്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കടന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചുകൊണ്ട് ഭഗവാനെ വധിക്കാനായിട്ട് വന്നു. അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. ഭഗവാനും തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചു. അപ്പോഴാണ് ഇയാൾക്ക് നരകാസുരന് ഓർമ്മ വന്നത് തൻ്റെ അച്ഛൻ നൽകിയ, സാക്ഷാൽ വരാഹാവതാര മൂർത്തിയായ വിഷ്ണു നൽകിയ ആ കൊമ്പ് തേറ്റ, അത് ആയുധമായിട്ട് പ്രയോഗിക്കാനായിട്ട് ഒരു തോന്നലുണ്ടാവുകയും ആ ആയുധം നേരെ കൃഷ്ണന് നേർക്ക് പ്രയോഗിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ തേറ്റ തിരിച്ചു കിട്ടിയതുപോലെ ഭഗവാൻ അത് സഹർഷം സ്വീകരിക്കുകയും അതിൻ്റെ പ്രഹരത്താൽ ഭഗവാൻ ബോധക്ഷയനായിട്ട് വീഴുന്നതും അവിടെ നടന്നു. അപ്പോൾ ഭഗവാൻ ശരിക്കും അഭിനയിക്കുകയായിരുന്നു. അതിൻ്റെ ആഘാതത്താൽ ഭഗവാൻ ബോധക്ഷയനായിട്ട് അവിടെ വീണു. അത് കണ്ടപ്പോൾ ആ ഭഗവാനെ വധിക്കാനായിട്ട് പാഞ്ഞെടുത്ത നരകാസുരൻ്റെ ഭാവം കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് അങ്ങേയറ്റത്തെ കോപമാണ് ഉണ്ടായത്. തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ അബോധാവസ്ഥയിൽ എത്തിക്കുകയും എന്നിട്ടും കലിയടങ്ങാതെ അവനിതാ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സത്യഭാമ നേരെ അമ്പും വില്ലും എടുത്ത് അവനെ നേരിടാൻ തുടങ്ങി. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഘോരമായ യുദ്ധം നടന്നു സത്യഭാമയും നരകാസുരനും തമ്മിൽ. അപ്പോഴാണ് ഭഗവാൻ ഏറെ കണ്ണിട്ട് നോക്കും. ഒരു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. തൽക്ഷണം സുദർശന ചക്രത്തിനെ ഒന്ന് നോട്ടം അയക്കും. അപ്പോൾ സുദർശന ചക്രത്തിന് കാര്യം മനസ്സിലാവും. അങ്ങനെ സത്യഭാമയിലൂടെ ആ സുദർശന ചക്രം അയാളുടെ നരകാസുരനെ കഥ കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് നരകാസുര വധം നടന്നത്. ഇപ്രകാരം ഭഗവാൻ സത്യഭാമയെ സന്തോഷിപ്പിക്കുകയും പിന്നീട് സത്യഭാമയോട് പറയുന്നുണ്ട്, ഇത് സാക്ഷാൽ നിന്റെ പുത്രനാണ് ഇവൻ, അവനൊരു വരമുണ്ടായിരുന്നു, അമ്മയുടെ കൈകൊണ്ട് മാത്രമേ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന്. അത് നരകാസുരൻ ബ്രഹ്മദേവനിൽ നിന്നും നേടിയ വരമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭവതിയുടെ കൈകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ വധിക്കപ്പെട്ടത് എന്ന് പറയും. അപ്പം സത്യഭാമയ്ക്ക് അങ്ങേറ്റത്തെ വിഷമം തോന്നും. അയ്യോ, എൻ്റെ പുത്രനെയാണോ അങ്ങ് വധിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ വധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ ഭഗവാൻ പറയും, സാരമില്ല, നിന്റെ പുത്രൻ വധിക്കപ്പെടേണ്ടവനാണ്, അവന് മോക്ഷത്തിന് അർഹനായിട്ടുണ്ട്, അവൻ മോക്ഷാർഹനാണ്, ഇപ്പോഴാണ് അവന് മോക്ഷം ലഭിക്കാൻ അവസരം വന്നത്. അപ്പോൾ സമയോചിതമായി ഭവതി ഇടപെട്ടതുകൊണ്ട് തന്നെ അവന് തൽക്ഷണം മോക്ഷപ്രാപ്തി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭവതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് സത്യഭാമയും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തും. ഹരിബോൽ ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ നരകാസുരൻ്റെ വധം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അതായത് ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മം, എങ്ങനെയാണ് മനുഷ്യജന്മത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാന്റെ നാഭീതടത്തിൽ നിന്നും വന്ന താമരത്തണ്ടിൽ വിരിഞ്ഞ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ഭൂജാതനായത് എന്ന് എല്ലാവർക്കും അറിയാം. ബ്രഹ്മാവാണ് ആദ്യത്തെ ലിവിങ് എൻറ്റിറ്റി. ആ ബ്രഹ്മാവ് ഭൂജാതനായപ്പോൾ
ബ്രഹ്മാവ് കഠിന തപസ്സൊക്കെ ചെയ്തു. ഒടുവിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടികർമ്മം തുടങ്ങാണ്. ഭഗവാൻ കുറേ സാധനങ്ങൾ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. 24 ഘടകപദാർത്ഥങ്ങൾ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. ഇത് വെച്ചിട്ട് ബദ്ധജീവാത്മാക്കൾക്കുള്ള ആവരണം തയ്യാറാക്കി ജീവജാലങ്ങളെ സൃഷ്ടിക്കണം. ആ ജീവജാലങ്ങളുടെ എല്ലാം കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചുവോ ആ കർമ്മത്തിനനുസരിച്ചുള്ള ഉടുപ്പ് വേണം ഇപ്പോൾ സൃഷ്ടിക്കുമ്പോൾ കൊടുക്കേണ്ടത് എന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്താനിരുന്നു. അങ്ങനെ കുറേ ശക്തികളെയൊക്കെ സൃഷ്ടിച്ചു. മാനസ പുത്രന്മാരായിട്ട് സപ്തർഷികളെ സൃഷ്ടിച്ചു. ദേവീദേവന്മാരെല്ലാം ആവിർഭവിച്ചു. ഇനി കുറേ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചു. ഇനി അടുത്ത് മനുഷ്യരെ സൃഷ്ടിക്കണം എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ബ്രഹ്മാവ് ആലോചനയിൽ നിന്നും നല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സ്വയംഭൂവ മനു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ആവിർഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ഒപ്പം ശതരൂപ എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപത്തെയും സൃഷ്ടിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സ്വയംഭൂവ മനുവിനെയും ശതരൂപയെയും ചേർത്തിട്ടാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദവും ഹവ്വയും. ആദ്യത്തെ മനുഷ്യരായിട്ട് അവർ പറയുന്നത് ആദവും ഹവ്വയുമാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ആദ്യത്തെ മനുഷ്യൻ ഈ സ്വയംഭൂവ മനുവും ശതരൂപയുമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വയംഭൂവ മനുവും ശതരൂപയും ഒരിക്കലും പരിപൂർണ നഗ്നരായിട്ടല്ല അവർ ആവിർഭവിച്ചത്. അവർ രാജകീയ പ്രൗഢിയോടുകൂടി രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ് കിരീടമെല്ലാം അണിഞ്ഞ് മനുഷ്യന്റെ രൂപത്തിലുള്ളവരായിരുന്നു ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, ഞങ്ങൾ എവിടെയാണ് പോയി താമസിക്കേണ്ടത്? നമ്മുടെ ഡ്യൂട്ടി എന്താണ്, കർമ്മം എന്താണ്, അത് ദയവായി പറഞ്ഞു തന്നാലും എന്ന് അവർ രണ്ടുപേരും കൂടെ തൊഴുകൈയോടുകൂടി ബ്രഹ്മാവിനോട് അപേക്ഷിക്കും. അപ്പോൾ ബ്രഹ്മാവ് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം മനുഷ്യരാശിയെ സൃഷ്ടിക്കാൻ, മാനവരാശിയെ സൃഷ്ടിക്കാൻ. അതിനായിട്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എവിടെയാണ് പോയി താമസിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രോജനി ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കും. അപ്പോഴാണ് ബ്രഹ്മാവ് നോക്കുമ്പോൾ ഹിരണ്യാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രളയത്തിൽപ്പെട്ട, ശരിക്കും ഹിരണ്യാക്ഷൻ്റെ സമയം ആയിരുന്നില്ല അത്, അതിനു മുന്നേ തന്നെ ഒരു പ്രളയങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്, പല രീതിയിലും പ്രളയം നടക്കുന്നുണ്ട്. അതിലൊരു പ്രളയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലിയുഗം അവസാനിക്കുമ്പോൾ, ഒരു ദിവ്യയുഗം അവസാനിക്കുമ്പോൾ ഒരു പ്രളയം നടക്കും. ആ പ്രളയം നടക്കുന്നത് 14 ലോകങ്ങളിലെ 10 ലോകങ്ങൾ ഭൂലോകത്ത് മാത്രം സംഭവിക്കുന്ന പ്രളയമാണ്. അത് കഴിഞ്ഞ് ഒരു മനുഷ്യൻ ഒരു മന്വന്തരം കഴിയുമ്പോൾ, മന്വന്തരം എന്ന് പറഞ്ഞാൽ ഒരു മനുവിൻ്റെ ജീവിത കാലഘട്ടം കഴിയുമ്പോൾ ഒരു പ്രളയം നടക്കും. ആ പ്രളയ സമയത്ത് 14 ലോകങ്ങളിൽ 10 ലോകങ്ങൾ കടലിനടിയിലേക്ക് പോകും. 10 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 7 അധോലോക പ്ലാനറ്ററി സിസ്റ്റവും ഭൂലോകവും സ്വർഗലോകവും ഭുവർലോകവും, ഈ 10 കടലിൻ്റെ അടിയിലേക്ക് പോകും. അങ്ങനെ ഇരുന്ന സമയത്താണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ പ്രളയത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് ഭൂമി ദേവി അല്ലെങ്കിൽ ഭൂലോകം. അപ്പോൾ ഇനി ഞാൻ ഈ മനുഷ്യരെ സൃഷ്ടിക്കുകയും ചെയ്തു, ഇനി ഞാൻ എവിടേക്ക് പറഞ്ഞേക്കും എന്നിങ്ങനെ ദേവന്മാരോടൊക്കെ ഇങ്ങനെ കൂടി ആലോചിക്കുന്ന സമയത്താണ്, സപ്തർഷികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ചെറിയ രൂപം, പുഴുവിനെ പോലെ ഒരു രൂപം താഴേക്ക് ചാടുകയും ആ രൂപം പെട്ടെന്ന് വളർന്ന് വലിയ ഭീമാകാരമായ വരാഹ അവതാരമായിട്ട് മാറുകയും ചെയ്തു. അത് വളരെ വലിയ ഒരു സൗണ്ട് ഉണ്ടാക്കി അട്ടഹസിക്കുകയും ചെയ്തപ്പോൾ ദേവഗണങ്ങളും ഋഷിമാരും ബ്രഹ്മാവ് ഉൾപ്പെടെ ഭയന്ന് വിഹ്വലരായി. പക്ഷേ ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അന്തരംഗത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിഷ്ണു രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് ബ്രഹ്മാവിന്. അപ്പോൾ ബ്രഹ്മാവും ബാക്കി എല്ലാ സപ്തർഷികളും ബാക്കി എല്ലാ മഹർഷീശ്വരന്മാരും എല്ലാം തൊഴുകൈയോടുകൂടി വരാഹ അവതാരത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വരാഹ അവതാരം നേരെ ആ സമുദ്രത്തിലേക്ക് ഊളിയിട്ട് പോവുകയും തൻ്റെ തേറ്റമേൽ ഭൂമിദേവിയെ എടുത്തുയർത്തി കൊണ്ടുവന്ന് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോഴാണ് ബ്രഹ്മാവ് പറയുന്നത്, ഓക്കെ, ഇനി സ്വയംഭൂവ മനുവിനും ശതരൂപയ്ക്കും ആ ഭൂലോകത്തിൽ പോയി ഭൂഗോളത്തിൽ പോയി താമസിച്ചുകൊണ്ട് അവിടെ മാനവരാശിയെ സൃഷ്ടിക്കാമെന്ന് പറയും. അങ്ങനെ സ്വയംഭൂവ മനുവും ശതരൂപയും കൂടി ഭൂലോകത്ത് വന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് ആദ്യം അവർക്ക് 5 മക്കളുണ്ടായി. ആ 5 മക്കളാണ് 2 ആണുങ്ങളും 3 പെൺകുട്ടികളും. ആ 2 ആൺമക്കളുടെ പേരാണ് ഉത്താനപാദനും പ്രിയവ്രതനും.
അങ്ങനെ 2 ആൺമക്കളും 3 പെൺമക്കള്. 3 പെൺമക്കളുടെ പേരാണ് ദേവഹൂതി, ആഹൂതി, പ്രസൂതി. അങ്ങനെ 3 പെൺമക്കളെയും സൃഷ്ടിച്ചു. ഈ 5 പേരിൽ നിന്നാണ് ഒരുപാട് സന്തതി പരമ്പരകൾ ഉണ്ടായത്. അതിൽ 1ാമത്തെ പുത്രനാണ് ഉത്താനപാദൻ. ഉത്താനപാദന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. ഈ 2 ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യയാണ് സുരുചി. പക്ഷേ സുനീതിയാണ് ആദ്യത്തെ ഭാര്യ. സുരുചി എന്ന് പറയുന്നത് 2ാമത്തെ ഭാര്യയാണ്. പക്ഷേ സുനീതി എന്ന് പറയുന്ന വളരെ അടക്കവും ഒതുക്കവും പക്വതയൊക്കെ ഉള്ള, വളരെ അഭിമാനിയായിട്ടുള്ള, ധർമ്മം മാത്രം പാലിക്കുന്ന, നീതി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭാര്യയായിരുന്നു സുനീതി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭർത്താവിനെ മയക്കാനോ അല്ലെങ്കിൽ സോപ്പിടാനോ ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ 2ാമത്തെ ഭാര്യ സുരുചി വളരെയധികം അഹങ്കാരിയും വളരെയധികം സൗന്ദര്യവതിയും ഭർത്താവിനെ എല്ലായ്പ്പോഴും സ്വന്തം പോക്കറ്റിൽ കൊണ്ടടക്കുകയും ചെയ്യുന്നവളായിരുന്നു സുരുചി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉത്താനപാദ രാജാവിന് സുരുചിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും കൂടുതലായിരുന്നു. അപ്രകാരം അവർ 2 പേരും ഓരോ ശിശുക്കൾക്ക് ജന്മം നൽകി. സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ എന്നുള്ള നാമധേയം, സുരുചിയുടെ പുത്രൻ ഉത്തമൻ എന്ന നാമധേയത്തിലും അറിയപ്പെട്ടു. അപ്പോൾ ആ കുട്ടികൾ വളർന്നു വന്നു. കേവലം ഒരു 5 വയസ്സ്, ധ്രുവന് ഒരു 5 വയസ്സ് ആയിരുന്ന സമയത്ത് ഒരു ദിവസം അവൻ അച്ഛൻ്റെ അമ്മയെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ സുരുചിയുമായിട്ട് സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന രാജാവിനെ, ഉത്താനപാദനെ, സ്വന്തം പിതാവിനെ കാണാനിടയായപ്പോൾ ആ ധ്രുവൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിക്ക് ഓടിപ്പോയി മടിയിൽ ചാടിക്കേറി ഇരിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അതേസമയം ആ കുട്ടി പോയി രാജാവിൻ്റെ മടിയിലേക്ക് കയറാൻ തുടങ്ങിയ സമയം ആ സുരുചി എന്ന് പറയുന്ന 2ാം അമ്മ ആ കുട്ടിയെ പിടിച്ച് താഴേക്ക് ഇറക്കുകയും, നീ നിനക്ക് എന്താ അധികാരം രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ? നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നവനായിരുന്നെങ്കിൽ നിനക്ക് ധൈര്യപൂർവ്വം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാമായിരുന്നു. പക്ഷേ നീ മറ്റേ ഭാര്യയുടെ പുത്രനായതുകൊണ്ട് നിനക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ എൻ്റെ പുത്രനാണ് യോഗ്യൻ എന്തുകൊണ്ടും. അതുകൊണ്ട് നീ പോയിട്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് എൻ്റെ ഊമ്പിൽ വന്ന്, എൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ജന്മമെടുക്കാൻ നീ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആട്ടി ഓടിക്കും. ഒരു 5 വയസ്സേ ഉള്ളൂ എങ്കിലും അവൻ ക്ഷത്രിയനായതിനാൽ അവൻ്റെ പൗരുഷവും ആ കുട്ടിയുടെ ആ ക്ഷത്രിയ ആ രക്തത്തിൻ്റെ പവറും കാരണം അവന് അതികഠിനമായ ദേഷ്യവും എന്നാൽ ഒന്നും നടക്കാത്തതിൽ നിസ്സഹായ അവസ്ഥയിലുള്ള ആ വിഷമവും എല്ലാമായിട്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അവൻ ആദ്യം ചോദിച്ചത്, അമ്മേ, സുരുചി പറഞ്ഞു ഞാൻ അവരുടെ ഗർഭപാത്രത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്തതെന്ന്. എനിക്ക് പിന്നെ ഏത് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനാണ് സാധിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ, നിന്റെ അച്ഛനെ സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ മടിയിലിരിക്കാൻ നീ സർവാത്മന യോഗ്യനാണ്. അതിനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ കുട്ടി ചോദിക്കും. അപ്പോൾ പറയും, സാക്ഷാൽ ഈശ്വരനെ തന്നെ, വിഷ്ണുവിനെ തന്നെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിന്റെ അച്ഛനേക്കാൾ വലിയ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ മോനെ എന്ന് പറയും. അപ്പോൾ ശരി, അല്ലാതെ ആ സുനീതി എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് സുരുചിയോട് ദേഷ്യമോ ഈർഷ്യയോ അസൂയയോ യാതൊന്നും ഇല്ലാത്തതും കൊണ്ടും അവളോട് യാതൊന്നും പറയാനോ വഴക്കിടാനോ ഒന്നിനും പോയില്ല. ഈ കുട്ടിയെ ഇങ്ങനെ നല്ല മാർഗം ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. അത് കേട്ട ഉടനെ തന്നെ ആ കുട്ടി ദൃഢനിശ്ചയം എടുത്തു, തീർച്ചയായിട്ടും അമ്മേ, ഞാൻ എൻ്റെ അച്ഛനേക്കാൾ വലിയ ആ അച്ഛൻ്റെ മടിയിലിരിക്കാൻ ഞാൻ കഠിന തപസ്സിനായിട്ട് ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവും. വെറും 5 വയസ്സുള്ള കുട്ടിയെയാണ്. അപ്പോൾ സാധാരണ കുട്ടികളെല്ലാം കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഈ കുട്ടി കൊട്ടാരം ഉപേക്ഷിച്ച് പോകുമ്പോൾ വഴിയരികിൽ നാരദ മഹർഷി ആ കുട്ടിയെ സന്ധിക്കുകയും നാരദ മഹർഷി നല്ലപോലെ ആ കുഞ്ഞിനെ ഉപദേശിക്കുകയും ചെയ്യും. അല്ലയോ കുട്ടി, നീ വളരെ ചെറിയ ബാലനാണ്, ഇങ്ങനെ വനത്തിലേക്ക് പോകേണ്ട കുട്ടിയല്ല, നീ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം. അവിടെ നിന്റെ അച്ഛൻ വിഷാദിച്ചിരിക്കുകയാണ്, നിന്നെ തീർച്ചയായിട്ടും അവർ സ്വാഗതം ചെയ്യും, നീ തിരിച്ചു പോകണം എന്ന് പറയും. അപ്പോൾ ആ കുട്ടി പറയും, അല്ലയോ മഹർഷേ, അങ്ങ് പറയുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ അച്ഛനേക്കാൾ വലിയ ഒരാളിൻ്റെ മടിയിലിരിക്കാൻ സാധിക്കണം, അച്ഛനേക്കാൾ വലിയ രാജ്യം എനിക്ക് നേടണം. അതിനെന്താണ് മാർഗം? ദയവായി പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പോൾ വീണ്ടും നാരദ മഹർഷി ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറയും, നീ ചെറിയ പ്രായമാണ്, ഇങ്ങനെ ഒരു ക്ഷത്രിയനാവുമ്പോൾ ഒരു രാജകുമാരനായതിന് ശേഷം മാത്രമേ, വലിയ പ്രായപൂർത്തി എത്തിയതിന് ശേഷം മാത്രമേ നീ ഈ വക കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. നിനക്കിപ്പോൾ കളിച്ച് നടക്കേണ്ട പ്രായമാണ്.
പാല് കുടിക്കേണ്ട സമയമാണ്, ആഹാരം നല്ലതായിട്ട് കഴിക്കേണ്ട സമയമാണ്, നീ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകൂ, നിന്റെ അമ്മയും അച്ഛനും അവിടെ ദുഃഖിതരായിട്ടുണ്ടാവും, അവർക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അപ്പോഴും ഈ കുട്ടി സ്വന്തം ദൃഢനിശ്ചയത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത വിധത്തിൽ വീണ്ടും നാരദ മഹർഷിയോട് അപേക്ഷിക്കും. അല്ലയോ മഹർഷിയെ, അങ്ങ് പറയുന്ന തത്വജ്ഞാനം എനിക്ക് മനസ്സിലാകുന്നില്ല, ദയവായി എനിക്ക് വഴി കാണിച്ചു തരൂ ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനേക്കാളും സുപ്രീമായിട്ടുള്ള ആളിൻ്റെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു തരൂ എന്ന് പറയും. അപ്പോൾ നാരദ മഹർഷിക്ക് തീർച്ചയാകും ഈ കുട്ടി രണ്ടും കൽപ്പിച്ച് ദൃഢനിശ്ചയത്തോടു കൂടി വന്നിരിക്കുകയാണ്, ഇനി ഇവനെ പിന്തിരിപ്പിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് ഭഗവാൻ നാരദ മഹർഷി തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയും, ഓം നമോ നാരായണായ നമ അല്ല, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നീ ഉരുവിട്ടുകൊണ്ട് കഠിനവ്രതത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഭഗവാൻ വാസുദേവനെ നിനക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റൂ. അദ്ദേഹത്തിൽ നിന്നും വരം നേടിയാൽ നിനക്ക് പിന്നെ ഏറ്റവും വലിയ രാജ്യം ലഭിക്കുകയും ആ രാജ്യത്തിൻ്റെ രാജാവായി നിനക്ക് ജീവിക്കുവാനും സാധിക്കും. അല്ലയോ കുട്ടി, നീ കഠിനമായ തപസ് ചെയ്യാൻ താല്പര്യമുള്ളവനാണോ എന്ന് അന്വേഷിക്കും. അപ്പോൾ തീർച്ചയായും മഹർഷി, അങ്ങയുടെ പാദങ്ങളിൽ ഞാനിതാ സാദരം പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കാരങ്ങളെല്ലാം അർപ്പിച്ചിട്ട് പറയും, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തീർച്ചയായിട്ടും കഠിനവ്രതം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഞാൻ തീർച്ചയായിട്ടും ഉരുവിടും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വനത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു വിജനമായിട്ടുള്ളൊരു കാടിൻ്റെ അകത്തേക്ക് പോയി അവിടെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. കാട്ടരുവിയിൽ നിന്നും വെള്ളം കുടിച്ചും കായ്കനികൾ മാത്രം ഭക്ഷിച്ചും ശ്വാസത്തെ പോലെ നിയന്ത്രിച്ചും കൊണ്ട് അവൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞു. ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും അവന് ശ്വാസം പോലും എടുക്കാതെ അല്ലെങ്കിൽ സ്വീകരിക്കാതെ തന്നെ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ ആ ശക്തി കൊണ്ട് അവന് ദിവസങ്ങളോളം ജീവിച്ചിരിക്കാൻ അല്ലെങ്കിൽ തപസ് മുടക്കമില്ലാതെ തുടരാനുള്ള ശക്തിവിശേഷം അവന് കിട്ടിക്കഴിഞ്ഞു. അത്രയും ദൃഢനിശ്ചയം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ശ്വാസത്തെ ഉള്ളിൽ അവൻ പിടിച്ചു നിർത്തിയപ്പോൾ വായുദേവന് ചലിക്കാൻ പറ്റാതായി. അപ്പോൾ വായുദേവൻ ആകപ്പാടെ പേടിച്ചിട്ട് ഇന്ദ്രനെ നോക്കും. അപ്പോൾ ഇന്ദ്രാദികളും ദേവന്മാരും എല്ലാം ശ്വാസം മുട്ടി നിൽക്കുന്നു, അവർക്കും ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ് ഒരു മറിമായം സംഭവിച്ചിരിക്കണമെന്ന് ഇങ്ങനെ അന്വേഷിക്കും. അപ്പോഴാണ് അവർക്ക് ആർക്കും മനസ്സിലായില്ല, ഇത് ഏതോ ഒരു അസുരന്റെ യുദ്ധത്തിനുള്ള സന്നാഹമായിരിക്കും, നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരികയായിരിക്കും എന്ന് പേടിച്ചിട്ട് ദേവേന്ദ്രനും ബാക്കി ദേവി ദേവന്മാരെല്ലാവരും കൂടെ ബ്രഹ്മാവിനെ അഭയം തേടും. അപ്പോൾ ബ്രഹ്മാവും അവിടെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നത് കാണുമ്പോൾ അവർക്കും മനസ്സിലാകുന്നില്ല എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ സാക്ഷാൽ വിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിക്കും. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഭഗവാൻ പറയും, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഇത് അസുരൻ്റെ പ്രവൃത്തികളൊന്നുമല്ല, സാക്ഷാൽ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി വനത്തിലിരുന്നു കൊണ്ട് കഠിന വ്രതത്തിൽ അവൻ തപസ് ചെയ്യുന്നത് കൊണ്ട് വായുവിനെ പോലും അവനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധം അവൻ ശക്തി ആർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ഞാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവനെ സംപ്രീതനാക്കുകയും ചെയ്താൽ ശ്വാസത്തിന് അല്ലെങ്കിൽ വായു ഭഗവാനെ റിലീസാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉടനെ തന്നെ ആ ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ്. എന്നിട്ട് പറയും, അല്ലയോ കുട്ടി, കണ്ണുകൾ തുറക്കൂ, നിനക്ക് എന്ത് വരമാണ് ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് കുട്ടി ഉടനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് 400 ഫോമുള്ള വിഷ്ണു രൂപമാണ്. സാക്ഷാൽ വിഷ്ണു രൂപത്തെ പറ്റി ഭാഗവതത്തിൽ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, വർണ്ണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നുണ്ട്. പട്ടു വസ്ത്രത്തെ പറ്റിയും അണിഞ്ഞിരിക്കുന്ന കിരീടത്തെ പറ്റിയും അണിഞ്ഞിരിക്കുന്ന ആഭരണത്തെ പറ്റിയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ധ്രുവന് ഒന്നും മനസ്സിലായില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ആ കുട്ടിക്ക് മനസ്സിലായില്ല. വെറും 5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാന്റെ പാദങ്ങളിൽ. ആ സമയത്ത് ഭഗവാൻ ആ കുട്ടിയുടെ നെറുകയിൽ തൻ്റെ ശംഖ് കൊണ്ടൊന്ന് തൊട്ടു. ആ തൊട്ട മാത്രയിൽ അവനിൽ എല്ലാ ജ്ഞാനവും ഒഴുകിയെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവന് മനസ്സിലായി, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗ്ലോറിഫൈ ചെയ്യുക മാത്രമേ ഒരു ഭക്തന് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ തന്നെ ആ ജ്ഞാനം ആർജിച്ചുകൊണ്ട് അവൻ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. അത് ധ്രുവസ്തുതി എന്നും പറഞ്ഞിട്ട് ഭാഗവതത്തിൽ വളരെയധികം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ സന്തോഷിച്ച് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് നിൽക്കുമ്പോൾ ഭഗവാൻ അതിൽ ആനന്ദപൂരിതനാവുകയും സന്തോഷവാനാവുകയും ആ കുട്ടിയോട് പറയുകയാണ്,
അല്ലയോ കുട്ടി, നിനക്ക് എന്താണ് ആവശ്യം, എന്ത് വരമാണ് എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത്, ചോദിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പോഴാണ് ധ്രുവൻ പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഞാൻ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒപ്പുലൻസിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. അത് വെറും കുപ്പിച്ചില്ലുകളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനേക്കാൾ വൈഡൂര്യമായിട്ടുള്ള അങ്ങയുടെ ദർശനം ലഭിച്ച മാത്രയിൽ എനിക്ക് മറ്റൊരു ആഗ്രഹവുമില്ല എന്ന് തീർത്തും പറയും. എനിക്കൊരു വരവും ആവശ്യമില്ല എന്ന് ആ കുട്ടി പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഞാൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വരം കൊടുക്കാതെ മടങ്ങാറില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ തരുന്ന വരം കുട്ടി സ്വീകരിക്കണം. നീ തിരിച്ചു രാജകൊട്ടാരത്തിൽ പോകണം, നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ പോയി 36,000 വർഷം നീ രാജാവായിട്ട് തന്നെ വാഴും. ആ സമയത്ത് അതിന് ശേഷം തീർച്ചയായിട്ടും നിനക്കായിട്ട് ഞാനൊരു ലോകം തന്നെ സൃഷ്ടിക്കും. അത് ധ്രുവ ലോകം എന്നറിയപ്പെടും, അല്ലെങ്കിൽ ധ്രുവ പ്ലാനറ്ററി സിസ്റ്റം എന്നറിയപ്പെടും. അവിടെ നീ ആയുഷ്കാലം മുഴുവനും, ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും നീ അവിടെ തന്നെ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞ് എപ്പോഴാണോ ഈ വികല്പം നടക്കുന്നത്, അതായത് ബ്രഹ്മാവിൻ്റെയും ആയുസ് ഒടുങ്ങുന്നത്, ഈ ബ്രഹ്മാണ്ടം തന്നെ പ്രളയത്തിൽപ്പെടുന്നത്, അനിലേറ്റഡ് ആകുന്നത്, ആ സമയം നിന്റെ ധ്രുവലോകം ഉൾപ്പെടെ വൈകുണ്ഠ ലോകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ധ്രുവലോകം ഒരു ചെറിയ വൈകുണ്ഠ ലോകത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ നീ അവിടെ സന്തോഷവാനായിട്ട് തന്നെ നീ ജീവിക്കുകയും ചെയ്യും എന്ന് വലിയ ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് ഭഗവാൻ അപ്രത്യക്ഷനായത്. ആ സമയം തന്നെ നാരദ മഹർഷി നേരെ ഉത്താനപാദ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അല്ലയോ രാജാവേ, നിങ്ങൾ അറിഞ്ഞുവോ, നിങ്ങളുടെ പുത്രൻ ഇതാ വനത്തിൽ നിന്നും കഠിന തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാനിൽ നിന്ന് അഹേതുകമായ കാരുണ്യം നേടി ഇതാ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സന്നാഹത്തോടും കൂടി അവനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കണം. ആ കുട്ടി ഇപ്പോൾ വെറും ഒരു കുട്ടിയല്ല, അവൻ ഭഗവാന്റെ ദിവ്യ ശക്തി നേടിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവനൊരു താങ്ങും തണലുമാകും. അവനെ സ്വീകരിക്കുക തന്നെ വേണം എന്ന് നാരദ മഹർഷി കൊട്ടാരത്തിൽ പോയി പറയും. അങ്ങനെ ഉത്താനപാദ രാജാവും ബാക്കി പരിവാരങ്ങളും എല്ലാവരും ഈ കുട്ടിയെ സ്വീകരിക്കാനായിട്ട് രാജകീയമായ അലങ്കാരങ്ങളും വാദ്യഘോഷങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ കൊട്ടാരം മുതൽ ആ കാനനത്തിൻ്റെ തുടക്കം വരെ ഇങ്ങനെ അലങ്കരിച്ചിട്ടിരിക്കുകയും അതുവഴി അവിടേക്ക് കടന്നു വന്ന ആ ധ്രുവ മഹാരാജാവിനെ വളരെ ഉപചാരപൂർവ്വം ആനയിച്ച് ആനവട്ടും വെഞ്ചാമരവും എല്ലാം വീശി ആ കുട്ടിയെ സ്വീകരിച്ച് നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്തി ഉത്താനപാദ രാജാവ് ആ കുട്ടിയോട് ക്ഷമാപണം ചെയ്യുന്നുണ്ട്. അല്ലയോ പുത്ര, ഞാൻ അപരാധം പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ രണ്ടാം അമ്മയുടെ വാക്കുകളിൽ മയങ്ങി ഞാൻ നിന്നെ ശ്രദ്ധിക്കാതെ പോയി. ഇനി തീർച്ചയായിട്ടും നിനക്കും നിന്റെ അമ്മയ്ക്കുമായിരിക്കും ഒന്നാമത്തെ സ്ഥാനം. നീയാണ് രാജ്യം ഭരിക്കേണ്ടവൻ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ രാജ്യഭാരം ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ 36,000 വർഷത്തോളം ഈ ഭൂമിയെ ഭരിക്കുകയും അതിനുശേഷം യമരാജൻ വന്ന് തൊഴുകൈയോടെ ധ്രുവന്റെ മുന്നിൽ കൂപ്പുകൈകളോടുകൂടി നിൽക്കുകയും ആ സമയത്ത് വിഷ്ണുദൂതർ ഒരു വിമാനത്തിൽ വന്നിട്ട്, പുഷ്പക വിമാനത്തിൽ വന്നിട്ട് ധ്രുവനോട് പറയാണ്, ഇനി അങ്ങയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ധ്രുവ പ്ലാനറ്ററി സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ ഒരു വൈകുണ്ഠ പ്ലാനറ്ററി സിസ്റ്റം തന്നെ ഈ ഭൗതിക ലോകത്ത് ഭഗവാനാൽ സൃഷ്ടിച്ചിട്ടുണ്ട്, അവിടേക്ക് ആഗതനായാലും എന്ന് പറഞ്ഞിട്ട് അവർ ക്ഷണിക്കാൻ വരികയാണ് വിഷ്ണുദൂതര്. അപ്പോൾ ഈ യമരാജൻ തന്നെ സ്വയം ആഗതനായിട്ട് പറയും, ഇപ്പോൾ മരണം എന്നുള്ളൊരു റോളിലാണ് എൻ്റെ അവസ്ഥ നിൽക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദയവായി എൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് വേണം അങ്ങ് ഈ പുഷ്പക വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയും. അങ്ങനെ ധ്രുവ മഹാരാജാവ് ആ യമരാജൻ്റെ തലയിൽ ചവിട്ടിയിട്ട് പുഷ്പക വിമാനത്തിലേക്ക് പ്രവേശിക്കുകയും ആ വിഷ്ണുദൂതരോടൊപ്പം ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വളരെ സന്തോഷവാനായിട്ട് യാത്രയാവുകയും ചെയ്യും. അപ്പോൾ വഴിമധ്യേ ധ്രുവ മഹാരാജാവ് വിഷ്ണുദൂതരോട് ചോദിക്കും, അല്ലയോ ഭക്തന്മാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടാൻ കാരണം സാക്ഷാൽ എൻ്റെ അമ്മ തന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കൂടെ കൂട്ടണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റി എന്ന് എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോഴാണ് വിഷ്ണുദൂതർ പറയുന്നത്, കുട്ടി അങ്ങോട്ടേക്ക് നോക്കൂ, അതാ മറ്റൊരു പുഷ്പക വിമാനത്തിൽ നിന്റെ അമ്മ വൈകുണ്ഠ ലോകത്തേക്ക് യാത്രയാവുകയാണ്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ, ആ കുട്ടി ഒരു ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റു ബന്ധുമിത്രാദികൾക്കും വളരെയധികം സഹായകരമാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഭാഗവത്തിൽ ഈ കഥയും അവതരിപ്പിച്ചിരിക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.
ഹരേ കൃഷ്ണ. മാതാജി. മാതാജി, നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, ഒരു 10 മിനിറ്റും കൂടെ ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തരുമോ? ശരി ശരി, ആയിക്കോട്ടെ. അങ്ങനെ ധ്രുവ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 36,000 വർഷം